Ni pushy da madi. Ila pushy. Soft voice, strong show, infinite spark. Welcome to Midnight. യെസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഡെലിവറി വ്ളോഗ് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡെലിവറി വ്ളോഗ് ഇടുന്ന ചാനലുകളിൽ അത്യാവശ്യം നല്ല വ്യൂ വരുന്നുണ്ട്, അതിലൂടെ നല്ല രീതിയിൽ അവർക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെലിവറീൻ്റെ ഈ ഒരു വ്ളോഗ് ഒരു ചാനലുകാരും അതായത് ഒരു യൂട്യൂബേഴ്സും മിസ്സാക്കാറില്ല. ഇപ്പം ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇറ്റ്സ് മീ വിജിതയുടെ ഡെലിവറീൻ്റെ വ്ളോഗും കൂടി ഇപ്പം റീസെൻ്റായിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വന്ന ഡെലിവറി വ്ളോഗാണ് അസ്ലാം മാർലിയുടെ ഡെലിവറി വ്ളോഗിലാണ് ഇപ്പം കുഴപ്പം കാര്യങ്ങളും മൊത്തം ഉള്ളത്. അതാണ് ആൾക്കാർ അതിൻ്റെ പിന്നാലെയാണ് കൂടിയിട്ടുള്ളത്. അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ എന്തൊരു ജാതി വെറിയാണ് അവിടെയൊക്കെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുന്നത്. അസ്ലാം മാർലി ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാൽ ഞാൻ ഈ ഒരു വിജിതയുടെ ഡെലിവറി ബ്ലോഗിൻ്റെ കമൻസ് പോയി നോക്കിയപ്പം അതിൽ യാതൊരു ബാഡ് കമൻസും ഇല്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ള കമൻസ്. പക്ഷെ അസ്ലാം മാർലിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസ്. അതെന്തുകൊണ്ടാണ്? അസ്ലാം മാർലി ഒരു മുസ്ലിം ആയതുകൊണ്ടോ? അതുകൊണ്ടാണോ ഇത്രയധികം ബാഡ് കമൻസ് നിങ്ങൾ ഇടുന്നത്? ആ ഒരു അമ്മയും കുഞ്ഞും ഈ ഡെലിവറിയോട് കൂടി അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു, എങ്കിലും ഇതൊന്നും കാണേണ്ടി വരില്ലേ? അത്രമാത്രം അരോചകമായിട്ടുള്ള മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെയാണ് ഈ ഒരു ഫേസ്ബുക്കിലൊക്കെ ഉള്ള കമൻറ്റുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്താണ് ഫേസ്ബുക്കിലുള്ള ആൾക്കാരൊക്കെ വേറെ ഏതോ ലോകത്തു നിന്നാണെന്ന് തോന്നുന്നു വന്ന വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നത്. നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? അസ്ലാം മാർലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ആ ഒരു ഇൻഫ്ലുവൻസർ സെക്സ് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്, നമ്മുടെ ടീച്ചേഴ്സ് കൊടുക്കുന്ന അറിവ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ എത്തുമ്പം, സെക്സ് എഡ്യൂക്കേഷൻ്റെ പോർഷൻ എത്തുമ്പം അവര് പറഞ്ഞു കൊടുക്കാനുള്ള ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മടി കാരണം ഇതിലത്ര വലിയ സംഭവമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്ര മാത്രമാണ് ഞാൻ പഠിച്ച സമയത്ത് ഉൾപ്പെടെ ഈ ഒരു സംഭവം, ഈ ഒരു കോൺവെർസേഷൻ മാത്രമേ ആ ക്ലാസ്സിൽ നടക്കുള്ളൂ. വേണ്ട രീതിയിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള ഒരു സംഭവം നമ്മുടെ പാഠപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ ടീച്ചേഴ്സ് ഒന്നും തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു അസ്ലാം മാർലിയുടെ ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ നല്ല രീതിയിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ടോപ്പിക് ആണെങ്കിലും മുക്കും മൂലയും നല്ല വൃത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കി തരുന്ന വീഡിയോസ് ആണ് അസ്ലാം മാർലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയ്റ്റേഴ്സും ഇതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഹെയ്റ്റ്നെസ് അവര് മേടിച്ചു വെച്ചിട്ടുമുണ്ട്. കാരണം ഇതൊക്കെ തലമുറകളായിട്ട് പണ്ട് കാലം മുതലേ പറയുന്നതാണ്. ഇതൊന്നും പരസ്യമായിട്ട് പറയാൻ പാടില്ല, രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതൊന്നും രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ല. നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ട സമയത്ത് അറിയേണ്ട രീതിയിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു പെൺകുട്ടിയാണോ, ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയാണോ, പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ശരീരം എങ്ങനെയൊക്കെ അവൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇനി അത് ഒരു ആൺകുട്ടിയാണെങ്കിൽ മറ്റ് പെൺകുട്ടികളോട്, സഹജീവികളോട് എങ്ങനെ വേണം നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ ഇതൊന്നും നമ്മുടെ ടീച്ചേഴ്സോ പേരൻസോ ഒന്നും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അസ്ലാം മാർലിയുടെ ചാനലിലൂടെ നല്ല രീതിയിൽ ഈ ടോപ്പിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഡെലിവറി വ്ളോഗ് അവർ ചെയ്തത് എന്തിനാണെന്നുള്ളത് ഒരു Q&A, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു Q&A അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ചെറിയ പോർഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. കുറേ പേര് വിചാരിക്കും, ഓ ഈ ഡെലിവറി വ്ളോഗ് കിട്ടിയവർക്ക് യൂട്യൂബേഴ്സിന് കുറേ പൈസ കിട്ടില്ലേ, കുറേ കണ്ടന്റ് കിട്ടില്ലേ എന്ന്. ഞാനൊരു കാര്യം വെച്ചിട്ട് നമ്മളുടെ കുഞ്ഞ് വരുന്നതിൻ്റെ ഭാഗത്തിൽ ഞാൻ ആ ബ്ലഡിൻ്റെ ഭാഗം ഞാൻ ബ്ലറാക്കിയിട്ട് പോലും ഇല്ല. അപ്പം മിക്കവരും ഈ ഭാഗം ബ്ലറാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഗൈഡ് ലൈൻസ് പ്രകാരം അങ്ങനെ ഇടാൻ പാടില്ല വീഡിയോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല, പൈസ കിട്ടത്തില്ല. കണ്ടില്ലേ,
അവര് പറഞ്ഞല്ലേ, നിങ്ങൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെലിവറി വ്ലോഗ് അപ്ലോഡ് ചെയ്തതെന്ന് ഒരുപാട് കമന്റ്സ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഇവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത് എന്ത് വൃത്തിക്കാണെന്ന് നോക്ക്. അവർക്കതൊരു മെമ്മറി, പിന്നെ അവർ ചെയ്യുന്ന കണ്ടന്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡെലിവറിയും. ഈ ഒരു ഡെലിവറി കാണുമ്പം അത് പലർക്കും പല എക്സ്പീരിയൻസസ് ആണ്. ഇപ്പം ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് യെസ്, ഒരു ദ്വാരത്തിൽ കൂടി കുട്ടി പുറത്തേക്ക് വരുന്നു. എല്ലാ സ്ത്രീകളിലും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന, അമ്മയാകുന്ന എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു ഫേസ്. ഇത്ര മാത്രമേ ഈ നെഗറ്റീവ് കമന്റുകൾക്ക് കരുതാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഓരോ അമ്മയാകുന്ന സ്ത്രീയും കടന്നു പോകുന്ന ഫേസുകൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ ഡെലിവറി എക്സ്പീരിയൻസസും വേറെ വേറെ ആയിരിക്കും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം ഇനിയും ആ വഴികളിലൂടെ പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതൊരു എന്താ പറയാ, അവരുടെ ആ ഒരു മനസ്സിലെ പേടിയൊക്കെ ഒന്ന് മാറ്റി യെസ്, എൻ്റെ ഡെലിവറിയും ഇതിലേതെങ്കിലും ഒരു വേ ആയിരിക്കും എന്നവർക്ക് മനസ്സിലായി ഒരു ധൈര്യമൊക്കെ കിട്ടും. ഈ ഒരു അസ്ലാം മാർലിയുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റ്സ് അങ്ങനെയുണ്ട്. യെസ്, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ ഇത്ര മാസം ഗർഭിണിയാണ്, അപ്പൊ എന്തായാലും എൻ്റെ ഡെലിവറി എങ്ങനെയാവുമെന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഒക്കെ തന്നത് ഈ വീഡിയോയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സ്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കമന്റ്സും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അസ്ലാം മാർലിയുടെ ഈ ഒരു പ്രഗ്നൻസി ഡെലിവറി വീഡിയോ എന്തായാലും ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നതായിരുന്നു. കാരണം അവരുടെ കണ്ടന്റ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ആണ് അവർ ഇൻഫ്ലുവൻസർ ആയിട്ട് ഇരിക്കെ യൂട്യൂബിൽ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അവരിത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ല ചെയ്തതും. അവർക്കതില് യൂട്യൂബ് ഗൈഡ് ലൈൻസ് എതിരായിട്ടുള്ള വീഡിയോ ആണ്. അതായത് ആഡ് സൂട്ടബിലിറ്റി വരും. ആഡ് സൂട്ടബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് മഞ്ഞ ഡോളറായിരിക്കും കാണിക്കുന്നത്. അതിൽ നമുക്ക് പൈസയൊന്നും അങ്ങനെ വരില്ല. അതാണ്, പൈസ വരുന്നതാണെങ്കിൽ നമുക്ക് പച്ച ഡോളറിലാണ് കാണിക്കുക. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ്. അത് അത്യാവശ്യം യൂട്യൂബിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവർക്ക് അത് അറിയണമെന്നില്ല. യെസ്, അപ്പം അവരുടെ കണ്ടന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെലിവറി വ്ലോഗ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് അവരുടെ കുട്ടിക്കും അവരുടെ ഹസ്ബൻഡിനും കുട്ടിക്കും അവർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഫേസിലൂടെയാണ് കടന്നു വന്നതെന്ന് ഈ ഒരു കുട്ടിയും കാണാൻ വേണ്ടിയിട്ട്, അറിവ് വയ്ക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ. ഒരിക്കലും അത് അവിടുന്ന് തേഞ്ഞോ മാഞ്ഞോ പോകാൻ പോണില്ല. ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അത് ഡിലീറ്റ് ആക്കോളം ആ വീഡിയോ അവിടെ തന്നെ കിടക്കും, ഉറപ്പല്ലേ? അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് പോയി കാണുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ ഇത്ര അധികം എന്തിനാണ് ജാതി വെറി പിടിച്ചു വരെ ഈ ഒരു കമന്റുകൾ ഇട്ടിരിക്കുന്നത്? എന്തിനാണ്? അസ്ലാം മാർലി ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുസ്ലിംസ് എന്താ എല്ലാം അടക്കി പിടിച്ച് വെക്കണം, അവർക്ക് ഇമോഷൻസ് ഒന്നും ഇല്ലേ പുറത്തേക്ക് കാണിക്കാനായിട്ട്? അങ്ങനെയാണോ? അതായത് മുസ്ലിംസിന്റെ പർദ അവരുടെ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും വികാരങ്ങളെയും എല്ലാം അങ്ങ് മറച്ചു വെക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം വിജിതയുടെ വീഡിയോയിന് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഞാൻ കണ്ടില്ല. ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? വിജിത ഒരു മുസ്ലിം അല്ല, ഹിന്ദുവാണ്. ഇതാണോ ഇതിന്റെ കാരണം? ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്ത് സംസാരിക്കുമ്പം അവള് എന്താ വൃത്തികെട്ടവളായി മാറി. അതാണോ നിങ്ങളുടെ കൾച്ചർ? എനിക്കറിയാൻ പാടുണ്ടെന്ന് ചോദിക്കാം കേട്ടോ. മുസ്ലിംസിന്റെ പർദ്ദ മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും എല്ലാം മറച്ചു വെക്കണം എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. കഷ്ടം തന്നെ. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? മാറി ചിന്തിക്കേണ്ട സമയമൊക്കെ എപ്പോഴേ അതിക്രമിച്ചു. എന്തായാലും ഈ ഒരു നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് പേര് ഈ ഒരു അസ്ലേന്റെ വീഡിയോയ്ക്ക് റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വിചാരിച്ചു. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാനും കണ്ടിരുന്നു. പക്ഷെ വിജിതയുടെ ഈ ഒരു ഡെലിവറി വ്ലോഗ് ഞാൻ കണ്ടപ്പം അതിന്റെ കമന്റ്സ് ഞാൻ പോയി നോക്കി. അതായത് അസ്ലയ്ക്ക് വന്നിട്ടുള്ള അങ്ങനത്തെ കമന്റ്സ് ആണെന്ന് എനിക്കൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. പോയി നോക്കിയപ്പം അങ്ങനത്തെ കമന്റ്സ് ഒന്നുമില്ല. എല്ലാം നല്ല രീതിയിലുള്ള കമന്റ്സ് മാത്രം. അപ്പം ഇതില് വരെ ജാതി കുത്തി നിറയ്ക്കുന്ന ആൾക്കാരെ അവരുടെ ഒരു മൈൻഡ് ഒന്ന് നോക്കണേ.
ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.